കുർത്തക്കട്ട ചെക്കനെ കൊണ്ട് വികൃതി ചെക്കൻ അതിന്റെ മുകളിൽ കയറുന്നു, താഴത്ത് കുത്തി മറിയുന്നു, എടുത്ത് ചാടുന്നു. ഇവൻ ഇങ്ങനെയാ മില്ലിയോ. അയ്യോ എൻ്റെ ഈശ്വര, രാവിലെ തന്നെ നിലത്ത് വീണ ഗുളിക എടുത്ത് വായിലിട്ട് മുഖത്ത് അരച്ച് ചോക്ലേറ്റിനെ കൊണ്ട് ഫേഷ്യൽ ചെയ്ത് എങ്ങനെയൊക്കെ. കുർത്തക്കേട് കളിക്കാൻ പാടുണ്ടോ ഇങ്ങനെ? കുർത്തക്കേട് കളിക്കുവാ ഇനി മില്ലിയോ? കുർത്തക്കേട് കളിക്കുവാ? ഇങ്ങോട്ട് നോക്ക്, പപ്പനെ നോക്ക്. എൻ്റെ അമ്മേ, എന്ത് കൂട്ട് ബേബി ഇത്, ഒരു കുർത്തക്കേട് കളിക്കാത്ത പാവം മോൻ. അയ്യോ മെരേ, അയ്യോ ഇവിടെ അതാ ഫുള്ള് അലങ്കോലാക്കിയിട്ടിട്ടാ. അപ്പൊ ഗായ്സ്, നമ്മൾ മില്ലിയോനെ മെല്ലനെ സോപ്പ് ഇട്ടിട്ട് മില്ലിയോനെ ഭക്ഷണം കഴിപ്പിക്കേണ്ട പരിപാടിയാണ്. അതിനു മുമ്പേ നമ്മളൊരു അടിപൊളി ടൂറിന് പോകാനുണ്ട്. അടിപൊളിയല്ല, വയനാട്ടിലെ അഡ്വഞ്ചർ ട്രിപ്പിന് പോവാണ് കുട്ടികളെല്ലാം കൂട്ടിയിട്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് മില്ലിയോൻ അവിടെ കൂട്ടാൻ പറ്റില്ല. കാരണം അവിടെ അഡ്വഞ്ചർ ഗെയിംസും വാട്ടർ ഗെയിമും ഒക്കെയാണ്. അപ്പം മില്ലിയോന് അതിൽ കീയാനും പോകാനും ഒക്കെ ഭയങ്കര ശാഠ്യമായിരിക്കും. അതിന് പെട്ടെന്ന് സുഖമില്ലാണ്ടാവും. പിന്നെ കുറേ ആൾ വരുന്ന സ്ഥലമായിരിക്കും, വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് മില്ലിയോൻ നമ്മൾ മെല്ലനെ അമ്മേൻ്റെ അടുത്താക്കിയിട്ടാണ് പോവുക. അപ്പോൾ മില്ലിയോന് പോകുന്നതിനെക്കാട്ടോട്ട് മില്ലിയൻ്റെ വയറ് നിറയ്ക്കേണ്ടത് നമ്മുടെ ഒരു അത്യാവശ്യമാണ്. അപ്പം മില്ലിയോന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, മില്ലിയോന് ആരോഗ്യകരമായ ഭക്ഷണം നമ്മൾ കൊടുക്കുന്നത്. മില്ലിയോന് എപ്പോഴും കൊടുക്കുന്നത്, വീട്ടിലുണ്ടാകുമ്പോൾ ബ്രസ്റ്റ് മിൽക്കാണ് കൊടുക്കുക. ഇതാണ് മില്ലിയോന് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ കൊടുക്കുന്ന ഫുഡ്, അപ്റ്റാമിൽ ഗോൾഡ്. ഇത് ഫോർമുല മിൽക്ക്. ഈ ഫോർമുല മിൽക്കാണ് മില്ലിയോന് ഉപയോഗിക്കുന്നത്. ഞാനില്ലാത്ത സമയത്ത് കുറച്ച് പാലൊക്കെ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ഇതാണ് അവന് കൊടുക്കാറ്. ഇതാണ് കൊടുക്കാറ്. അപ്പൊ ഇത് ഓരോ സ്റ്റേജില് കുട്ടികൾക്ക് ഓരോരോ സ്റ്റേജാണ്. ഇത് മില്ലിയോന് യൂസ് ചെയ്യുന്നത് സ്റ്റേജ് 3 ആണ്. കാരണം അവൻ ഓൾമോസ്റ്റ് 2 years ആയി. ഓരോരോ സ്റ്റേജില് കുട്ടികൾക്ക് അത് ചോദിച്ച് മേടിക്കണം കേട്ടോ. അപ്പൊ നമുക്കിത് കലക്കിയിട്ട് ഇങ്ങനെ പാക്ക് ചെയ്യാം. മില്ലിയോന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലം ഇത്. ബാ ഷോക്കടിച്ചാ, ബാ ഷോക്കടിച്ച് അന്ന് കൈക്കൊറ്റി ഇങ്ങോട്ട് വാ. മില്ലിയോന്റെ പാല് നമുക്ക് റെഡിയാക്കാം. അപ്പൊ മില്ലിയോൻ നമ്മൾ എടുക്കില്ല, ബിക്കോസ് അവന് അവിടെ പോയി കഴിഞ്ഞാൽ അവൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഭയങ്കര, നമ്മളിന്ന് ഹോട്ടലിലെ ഫുഡാണ് കഴിക്കുക. അപ്പൊ അവന് ഹോട്ടലിൽ ഫുഡ് കൊടുക്കുന്നത് സേഫ് അല്ല. അപ്പം ഞാൻ ഈ അപ്റ്റാമിലാണ് കൊടുത്തിട്ട് പോവാറ്. ഞാൻ ഇല്ലാത്ത സമയത്ത് കേട്ടോ. ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ്. അപ്പം എന്താ പറയാ, അമ്മമാര് അടുത്തില്ലാത്ത സമയത്ത് ഞാൻ അപ്റ്റാമിലാണ് ചൂസ് ചെയ്യുന്നത്. അമ്മമാര് അടുത്തില്ലാത്ത സമയത്ത് മാത്രല്ലേ ഇങ്ങനത്തെ അപ്റ്റാമിൽ പ്രോഡക്റ്റ് ഒക്കെ ഈ ചില ആൾക്കാർക്ക് ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവർക്ക് ഏറ്റവും പറ്റിയൊരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അപ്റ്റാമിലിൻ്റെ ഈ ഒരു ഫോർമുല മിൽക്ക് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മിരി കലക്കിയിട്ട് മില്ലിയോൻ ഇപ്പം നമ്മൾ കുറച്ച് കൊടുക്കും. അതിനുശേഷം ബാക്കി അമ്മക്ക് മിരീൻ്റെ വീട്ടിലും ഇതുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അവന് വിശക്കുമ്പം ഈ സാധനം നമ്മൾ കൊടുക്കും. അതെ മിരി, അമ്മക്കും പപ്പക്കും പോകണം വേഗം. വാ കുടിക്കാൻ നല്ല പുതിയ കുപ്പി അമ്മേന്റെ വാവക്ക്. അമ്മേന്റെ വാവക്ക് പുതിയ കുപ്പി അമ്മ മേടിച്ച് ചെയ്യണ്ട. കുടിച്ചോക്കാം. ഓ എങ്ങനെയുണ്ട്? അടിപൊളിയാ മിരിയോ? അടിപൊളിയാ? ബേഷന്റെ അറ്റത്താണ് ഉള്ളത്. മിലിയോ ഇഷ്ടായി? മിലിയോന്റെ പുതിയ ബോട്ടിലായതുകൊണ്ട് അതും ഇഷ്ടമായി. അപ്പോൾ ഗായ്സ്, ചില ആൾക്കാരൊക്കെ നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് കമൻറ്റിലൊക്കെ ചോദിക്കും, നിങ്ങളിങ്ങനെ അടിച്ചു പൊളിച്ച് നടന്നാൽ മതിയോ, കുഞ്ഞിനെ കൂട്ടാറില്ലേ, കുഞ്ഞിനെ ആര് നോക്കുന്നു, നിങ്ങൾക്ക് എന്താ നാണോ ഇല്ലേ കുഞ്ഞിനെ കൂട്ടാണ്ട് അവിടെ ഇവിടെ പോയിട്ട് അടിച്ചു പൊളിക്കാന്നൊക്കെ. ഗായ്സ്, നമ്മളൊരു ലൈഫ് സ്റ്റൈൽ ഫാഷൻ ആൻഡ് കോമഡി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. നമ്മുടെ ജോബേ കണ്ടന്റ് ഉണ്ടാക്കുക. അപ്പം നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിൽ നമ്മൾ ട്രാവൽ ചെയ്യേണ്ടി വരും, നമ്മൾ സ്റ്റേ ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെയൊക്കെ മില്ലിയോനെയൊക്കെ കൂട്ടിക്കൊണ്ടുപോകുന്ന വെച്ചാൽ അവനെ ടോർച്ചർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ആണ്. കാരണം മില്ലിയോൻ്റെ ഭക്ഷണം, മില്ലിയോൻ്റെ കറക്റ്റ് ടൈമിൽ ഉറക്ക്, പിന്നെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് ചിലപ്പം മലയോ കുന്നോ വെള്ളമോ ഹോട്ടലോ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ മില്ലിയോനെ കൂട്ടിക്കൊണ്ടുപോയി
അവനെ ടോർച്ചർ ചെയ്യാൻ നമുക്കൊട്ടും താല്പര്യമില്ല. അവൻ്റെ ആരോഗ്യം, അവൻ്റെ ഉറക്ക്, അവൻ്റെ വളർച്ച, അവൻ്റെ ഭക്ഷണം, ഇതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അല്ലാതെ മില്യോനെ നമ്മളെല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്ന് നിങ്ങളെ ആൾക്കാരെ കാണിച്ചിട്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് മില്യോനെ എങ്ങനെ വളർത്തണമെന്നുള്ളത് ഈ ചോദിക്കുന്ന ആളെക്കാട്ടും കൂടുതൽ അവൻ്റെ അച്ഛനും അമ്മയായും നമുക്കറിയാം, അവൻ്റെ അച്ഛനും അച്ഛമ്മക്കും എല്ലാവർക്കും അറിയാം. അപ്പം മില്യോനെ ഏറ്റവും സേഫ് ആയിട്ടുള്ള കൈകളിൽ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ പോവാറ്. മിരീൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. അപ്പം നമ്മൾ തിരിച്ചു വരുമ്പോൾ അവനെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരും. അപ്പം മിലിയോ ജ്യൂസ് മില്യോൻ്റെ ഫുഡ് നല്ലോണം കഴിച്ചു. ഇനി അടുത്ത പരിപാടി മില്യോൻ്റെ ഡ്രസ്സൊക്കെ എടുത്തു വെക്കണം. നമ്മളതൊക്കെ ഒന്ന് ചേഞ്ചാണ്, ഡ്രസ്സ് മാറ്റണം. എന്നിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് മില്യോനെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോവാം. അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അപ്പം ഇന്ന് നമ്മളുടെ ഒരു അടിപൊളി ട്രാവൽ ബ്ലോഗാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു സൂപ്പർ ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്, നമ്മുടെ വയനാട്ടിലേക്ക്. ഞാനും മിരിയും മിലിയും മാത്രമല്ല, കൂടെ സുറുമി ആൻഡ് ടീം ആൻഡ് അനു, നോമിക ആൻഡ് വേറെ ആരെയുള്ളത്, അമ്പുളി. പാൽ മണക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ ഗൈസ്, നമ്മുടെ ഈ വ്ളോഗിൽ കംപ്ലീറ്റ് നിങ്ങൾക്ക് നമ്മുടെ വയനാട്ടിൽ പോകുന്ന സ്ഥലത്തിന്റെ ലൊക്കേഷനും അവിടെ ഒരു അടിപൊളി തീം പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ എല്ലാവരും വ്ളോഗ് മുഴുവനായി കാണാം. നമുക്ക് പോകുന്ന വഴിയോര കാഴ്ചകളും സംഭവങ്ങളൊക്കെ ഇതിലൂടെ നമ്മൾ കാണിക്കും. ചുട്ടാബ്രീനെ നമ്മൾ കൂട്ടില്ല, കാരണം വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചുട്ടാബ്രീനെ നമ്മൾ വീട്ടിലാക്കിയിട്ടാ പോവാ. അങ്ങനെ നമ്മള് മില്യോനെ ഹാൻഡ് ഓവർ ചെയ്തു. ബൈ മില്യോ, ബൈ. അങ്ങനെ മെരീന്റെ അമ്മേന്റെ അടുത്ത് മില്യോനാക്കിയിട്ട് നമ്മള് ട്രാവൽ. ഗായ്സ്, അങ്ങനെ പോകുന്ന വഴിക്ക് മെരി നമ്മുടെ XUV 700 ഓടിക്കുകയാണ് ഗായ്സ്. നിങ്ങളൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ പലതും സംഭവിക്കും. അതോട് മെരി ആരും നോക്കുന്നില്ല. മെരി കാർ ഓടിക്കുമ്പോൾ കാറിന്റെ പിറകിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു മുഖഭാവം എങ്ങനെയുണ്ട് ഗായ്സ്? അലാമേന്റെ വണ്ടി ഓടിക്കൽ എങ്ങനെയുണ്ട്? പൊളി. അതുകൊണ്ട് ഇവിടെ ചില വണ്ടീന്റെ ബാക്കിലൊക്കെ എലിക്കുട്ടികളെ ഇട്ട പോലെ ഉണ്ടാവും. അങ്ങനെ 3 എലിക്കുട്ടികൾ ഇവിടെ. ഐ എം എ പ്രൗഡ് ഹസ്ബൻഡ്. വാവ് മെരി. ഇനിയിപ്പോ മെരി വണ്ടി ഓടിക്കും, ഞാൻ പിറകിലിരിക്കും, വേറൊരാള് മുന്നിലിരിക്കും. ഗായ്സ്, അങ്ങനെ വൈഫ് വണ്ടി ഓടിക്കുമ്പോ പിറകിലിരുന്ന് ഇങ്ങനെ കമന്ററി പറയാൻ ഭർത്താക്കന്മാർക്ക് എന്ത് സുഖായിരിക്കുന്നവരാണ്. സോ പ്രൗഡ് ഹസ്ബൻഡ്. വാവ് മെരി. മെരി ഈസ് ഡ്രൈവിംഗ് മീ ക്രേസി. മെരി ഒരു പാട്ടെല്ലാം പാട്. അച്ചച്ചോ അച്ചച്ചോ അച്ചോ അച്ചോ അച്ചച്ചോ. റൈറ്റില്. ആക്ച്വലി ഈ കാറ് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിയതല്ല, ഇത് മെരിക്ക് തന്നെ വേണ്ടിയിട്ട് വാങ്ങിയ കാറാണ്. ദിസ് ഈസ് എ ഗിഫ്റ്റ് ഫോർ മെരി. അപ്പം മെരി ഡ്രൈവിംഗ് ഒക്കെ കുറെ മുന്നേ പഠിച്ചതാണ്. ഇപ്പോഴാണ് മെരി ആക്ച്വലി വണ്ടി ഓടിക്കാൻ തുടങ്ങിയത്. പിന്നെ ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. അപ്പം വലിയ സീനൊന്നുമില്ല ഓടിക്കല്ല. മെരി, ഹൗ യു ആർ ഫീലിംഗ്? I'm feeling very excited, happy, comfy, excited, comfortable, super. Wow. Hey guys, അങ്ങനെ നമ്മൾ വയനാട് ചുരമൊക്കെ കയറിയിട്ട് വരുമ്പോഴത്തേക്ക് 3 മണിയായി. നമ്മൾ ഇന്ന് സ്ഥലത്തെത്തിയില്ല. ഭയങ്കര ബെസ്റ്റ്. അപ്പോൾ ഒരു സ്ഥലത്ത് കയറിയിട്ട് ചോറ് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഇവിടെ ഭയങ്കര വെറൈറ്റി സാധനങ്ങൾ. സ്പെഷ്യൽ എന്താ പറയുക, ഇവിടെ മുയലിറച്ചി ബിരിയാണി ഉണ്ട്, താറാവ് റോസ്റ്റ് ഉണ്ട്. റിസോർട്ട് ആയിരിക്കും അതിന്റെ ഉള്ളില്. അത് ഗസ്റ്റ് ഹൗസ്. അപ്പൊ ഗായ്സ്, നമ്മള് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് ഫുൾ ആ 2 സൈഡില് മലയും ഇത് ഓപ്പൺ ഏരിയയിലേക്ക് വലിയ മലയുണ്ട്. പിന്നെ നല്ല ഓപ്പൺ ഏരിയയില് അടിപൊളി ചില്ല് ചെയ്ത് ഭക്ഷണം കഴിക്കാം. ഈവനിങ് ഒക്കെ ആണെങ്കിൽ സൂപ്പർ ആയിരിക്കും അല്ലേ? എന്തായാലും ഒരു ഡേ ടൂർ അടിപൊളിയായി. ഇനി സ്ഥലത്തെത്തി കഴിഞ്ഞാൽ ഇന്നും അടിപൊളിയാക്കും നമ്മൾ. Where is my wife? How beautiful. No. ഓഫ് ആക്കട്ടെ. വേഗം കഴിക്കണ്ടേ? ചട്ടിച്ചോറായിക്കാ. ഗായ്സ്, അങ്ങനെ നമ്മളുടെ
സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ, വയനാടുള്ളത്. അടിപൊളി എന്നാണ്, ഒരു രക്ഷയില്ലാത്ത ഒരു പാർക്കാണ്. കുറേ അധികം ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളെ ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം അട്രാക്ട് ചെയ്യുന്ന ഒരു സാധനം ഈ ഷോപ്പിംഗ് ഏരിയാസ് ആണ് കേട്ടോ. ഭയങ്കര രസത്തിൽ നമ്മളിപ്പം തായ്ലൻഡിലൊക്കെ പോയാലുള്ള പോലത്തെ ഒരു സംഭവമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു തോണിയുടെ ഒക്കെ രൂപത്തിലുള്ള ഫ്ലോട്ടിങ് ഷോപ്പിംഗ്, എന്താ പറയാമെന്നറിയില്ല, ഫ്ലോട്ടിങ് എന്തോ പറഞ്ഞായിരുന്നു. അപ്പം ഇതാണ് ഇവരുടെ ഷോപ്പിംഗ് ഏരിയ. കുറേയധികം വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളും സംഭവങ്ങളൊക്കെ നല്ല രസമാണ്, നല്ല വൈബുള്ളൊരു സംഭവം. വാവ്. അങ്ങനെ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ പോകണം. ഇവിടെ ഫുള്ള് വാട്ടർ, എന്താ പറയുക, വാട്ടർ പാർക്സ് ഉണ്ട്, വാട്ടറിന്റെ ഗെയിംസ്, അഡ്വഞ്ചർ ഗെയിംസ് ഉണ്ട്. വാട്ടർ ഗെയിംസിലേക്ക് ഇറങ്ങാൻ പോവാണ്. വെള്ളത്തിൽ ഇറങ്ങുന്ന കാട്ടുമുറ്റും വീടിന്റെ കിളി പോയി. റെഡി അല്ലേ ഗൈസ്? അപ്പൊ നമ്മളുടെ കൂടെ ഇന്ന് ക്യാമറ ടീം ഉള്ളത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ സ്വന്തം ചങ്കുകളാണ്. മറ്റാളെടുത്ത് പോയി യോയോ നിങ്ങളെ കാണാനല്ലേ മറ്റേ റെമോ ഡിസൂസ ആ കട്ടുണ്ട്, മലയാളികളുടെ റെമോ ഗൈസ്. അപ്പം നമ്മുടെ പാർക്കിലുള്ള സ്വിമ്മിങ് പൂളാണ് കേട്ടത്, പിള്ളേർക്ക് കളിക്കാനൊക്കെയുള്ള വെരി നൈസ്. നല്ല വിറ്റായിരിക്കും. റെഡി? നീ മുമ്പിലായിരിക്കുന്നു ബാക്കിലായിരിക്കുന്നു? ബാക്കിലാ? ആ രണ്ട് കണക്ക് തന്നെയാ. അപ്പൊ ഗൈസ്, നമ്മള് ഗെയിംസ് ഒക്കെ എല്ലാം അഡ്വഞ്ചർ ഗെയിംസ് ആണ്. പക്ഷെ ഒന്നും ടെൻഷൻ അടിക്കേണ്ട, കംപ്ലീറ്റ് സേഫ്റ്റിയോടുകൂടി മാത്രമാണ് ഇവർ എല്ലാ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ കുറേ ആൾക്കാരുണ്ട് ഇത് നിയന്ത്രിക്കാനും നമുക്ക് ഗൈഡ് ചെയ്യാനൊക്കെ. അപ്പം സേഫ്റ്റി ബെൽറ്റ് ആദ്യം ഏറ്റവും ഉറപ്പ് വരുത്തി, ഞാനൊന്ന് ഉറപ്പ് വരുത്താം. ഓക്കെ, സെറ്റാണ്. എക്സ്പീരിയൻസ് ടൈം കളയല്ല. അത് സ്റ്റാർട്ട് ചെയ്തോ. അപ്പോൾ നമ്മുടെ സിപ്പ് ലൈന് കഴിഞ്ഞ് ഇനി അടുത്ത് നമ്മൾ ഈ സിപ്പ് ലൈൻ ഓൾറെഡി നമ്മൾ ട്രൈ ചെയ്താണ് മുന്നേ, പക്ഷെ ഇത്രയും ലോങ് ആയിട്ടുള്ള സിപ്പ് ലൈൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുക. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര പേടിയുള്ള ആളാണ്, പക്ഷെ നമ്മൾ സേഫ്റ്റി മെഷേഴ്സിനെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. അതുകൊണ്ടാണോ പേടിയില്ല? എനിക്ക് കുറച്ചുകൂടെ പേടി തോന്നിയില്ല. മെരി ഭയങ്കര പേടിയില്ലാണ്, പക്ഷെ ഇത് കൂളായിട്ട് ചെയ്തു. അടുത്ത ഒരു സംഭവം ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, സ്വിങ് ആണ്. ഇത് നമ്മളെ സ്വിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആടുന്നല്ലേ, ഇത് മുകളിലോട്ടേക്ക് പോകുന്നതല്ലേ അല്ലേ? ഇത് സ്ട്രെയിറ്റ് മുകളിലേക്ക് പോകുന്ന സാധനമാണ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്, എന്നാൽ ചെറിയൊരു പേടിയുണ്ട്. ട്രൈ ചെയ്യാൻ പോവാണ്, നമുക്ക് അത് കാണാം. കമോൺ വെരി ട്രൈ ചെയ്യാൻ. നമ്മൾ ഏറ്റവും ഇവിടെ എനിക്ക് കണ്ടെന്ന് വെച്ചാൽ ഏറ്റവും അഡ്വഞ്ചർ ആയിട്ടും എക്സൈറ്റഡ് ആയിട്ടും തോന്നിയ സാധനമാണ് ഇത്. കാരണം ഇതുവരെ ട്രൈ ചെയ്യാത്തതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട്, എന്നാലും കുറച്ചൊരു പേടിപ്പെടുത്തുന്ന സാധനമുണ്ട്, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട്. എന്തായാലും നമ്മൾ ട്രൈ ചെയ്യാം. അല്ലല്ല, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇത് ചതി പരിപാടി കേട്ടാ. പോയിട്ട് ഇല്ല അപ്പു ഞാൻ ഒരുമിച്ചോ ഇല്ല ഞാൻ ഇരിക്കോ. ആ ഇരിക്കോ. ഇങ്ങനെ എടുത്തോ.
എന്റെ ഇവിടുന്ന് ചെറുങ്ങനൊരു ടെൻഷൻ ഉണ്ട്, കാരണം എനിക്ക് ഹൈറ്റ്സ് ഭയങ്കര പേടിയാണ്. പക്ഷെ നമ്മളൊരു മൂവി ഉണ്ടായിരുന്നല്ലോ ഋതിക് റോഷന്റെ ജിന്ദഗി നാമിലേക്ക് ദുബാര, അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു നമുക്ക് ജീവിതം ഒരിക്കലേ ഉള്ളൂ, അതുകൊണ്ട് എല്ലാം ട്രൈ ചെയ്യണം. ആ ഒരു ജീവിതം ഇവിടെയല്ലേ പിടിക്കേണ്ടത് ബ്രോ, ഇത് സ്റ്റാർട്ടായി. നമ്മള് കയറിനകത്ത് കുന്തം കയറി, ഞാനില്ല. വാങ്ങുന്നുണ്ടാ? സുറുമിക്ക് പച്ചക്കറി വാങ്ങാനുള്ള സാധനം അത്. പക്ഷെ ഫുൾ കോട വന്ന് നിൽക്കുകയാണ് ഇവിടെ. ഒരു 12 മണി വരെ ഓപ്പൺ ആണ്. അപ്പം ഫുൾ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു ഡേ ടൂറിന് പറ്റിയൊരു സ്ഥലമാണ്. രാവിലെ വന്നാൽ രാത്രി വരെ നമുക്ക് 10-12 മണി വരെ ഇവിടുന്ന് ചില്ല് ഔട്ട് ചെയ്തിട്ട് നമുക്ക് പോകാൻ കിട്ടാം. ഇതിൻ്റെ വ്യൂ ഒക്കെ നമുക്കൊരു ഫോറിൻ കൺട്രിയിലൊക്കെ പോയ ഒരു ഫീൽ ഉണ്ട് ആക്ച്വലി. നല്ലൊരു തണുപ്പ് സ്ഥലം. ഞാൻ തായ്ലൻഡിലൊക്കെ പോയാലുള്ള ഒരു ഫീല്. വാവ്, ഇവിടുന്ന് പോകാൻ മനസ്സിലില്ല. വാവ് ഗൈസ്, അപ്പം മിറർ മേസിലേക്കാണ് നമ്മൾ കയറിപ്പോയത്. എവിടെ എടുത്തു? അപ്പം ഇത് ഞാൻ ബാംഗ്ലൂരിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത സാധനമാണ്. നാട്ടിൽ ആദ്യമായിട്ട്. അടി നിങ്ങൾ ഈസി ആയിട്ട് പോകുന്നുണ്ടല്ലോ. അടിയല്ല കുടുങ്ങുന്നില്ല അടി? നിങ്ങള് കയ്യിനെ കൊണ്ട് തൊടാൻ പാടില്ല. ഇങ്ങോട്ട് വഴി ഇങ്ങോട്ട്. കണ്ടുപിടിച്ച അമ്പെയ്യണം. കമാൺ, അമ്പെടുക്ക്. വാണം മൂവിരലല്ല, ബാഹുബലി. ഗായ്സ്, അങ്ങനെ മെറി അമ്പ് ചെയ്യാൻ പോവുകയാണ്. ദേവസേനയുടെ അമ്പുകൾ വെറുതെ പാഴാക്കുകയില്ല. വലിച്ചുവിടവര്. ആടെടുത്തത് കുത്തിക്കൊട്ടെ. ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് മേരി എല്ലാ ഷോപ്പിലും കയറി കുറേ സാധനങ്ങൾ മേടിച്ച് ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് കടക്കാരനായി പോകുമെന്ന് എനിക്കൊരു സംശയം.
ഷോപ്പിങ്ങിന് പറ്റിയ സ്ഥലമാണ് കേട്ടോ. എല്ലാ നാടൻ വിഭവങ്ങളും നാടൻ ഐറ്റംസും ഹാൻഡ് മെയ്ഡും ഒക്കെ, ഹോം മെയ്ഡും ഹാൻഡ് മെയ്ഡും ഒക്കെ ഉള്ള സ്ഥലമാണ്. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഷോപ്പ് ചെയ്ത്. എന്നിട്ട് എന്തൊക്കെയാണ് വാങ്ങിച്ചത്? നമ്മള് കൊണ്ടാട്ടം ഇല്ലേ, മുളക് കൊണ്ടാട്ടം, അതുപോലത്തെ നമ്മള് കാന്താരി കൊണ്ടാട്ടം, ഇത് എണ്ണയിലിട്ട് വറക്കാം നമ്മള് കാണുന്നേ. അടുത്തത് തേൻ നെല്ലിക്ക മേടിച്ചു. നമ്മൾ ഉപ്പിലിട്ട നെല്ലിക്കയാണ് ഞാൻ ഇതുവരെ തിന്നത്. ഇത് തേൻ നെല്ലിക്കയാണ്, നല്ല ഒറിജിനൽ പാട്ട് തേനിലിട്ട നെല്ലിക്ക. ഇവിടെ അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് കേട്ടോ. വേറൊരു വെറൈറ്റി സാധനം ഇത് വയനാടൻ ചക്കരക്കൊല്ലി. ഇത് ഷുഗറിലുള്ള ആൾക്ക് കഴിക്കേണ്ട സാധനം. അങ്ങനെ നമ്മളെ ഡേ ഔട്ട് കഴിഞ്ഞു, ടൂറൊക്കെ കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിച്ചില്ലേ? അപ്പം വയനാട്ടിൽ വന്നപ്പം ഒരു അടിപൊളിയായിട്ടുള്ള ഡേ ടൂർ നമ്മൾ ടീൻസാനിയ പാർക്കിലാണ് എൻജോയ് ചെയ്തത്. പാർക്കിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടു എന്നായിരിക്കും. എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ടീൻസാനിയ പാർക്കിൽ ഫാമിലിനെയും ഫ്രണ്ട്സിനൊക്കെ കൂട്ടി വരാൻ മറക്കണ്ട. അടിപൊളി വൈബായിരുന്നു. നമുക്ക് രാത്രി 11 മണി വരെ ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. രാവിലെ വന്ന് 12 മണിക്ക് പോകാം. അപ്പോൾ ഒരു ഡേ ഫുള്ള് നിങ്ങൾക്ക് ഇവിടെ എൻജോയ് ചെയ്യാം. കുറേ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കെല്ലാം ഒന്നും കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല, ബിക്കോസ് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എല്ലാ സാധനങ്ങളും എടുക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും എന്തായാലും ഫാമിലി ആയിട്ട് വരിക, എൻജോയ് ചെയ്യുക. ടീൻസാനിയ എന്ത് സ്ഥലത്തിൻ്റെ പേര്? വയനാട് ലക്കിടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ബായ് പറഞ്ഞേ. ബുക്കിങ്ങിനും ബാക്കി ഡീറ്റെയിൽസിനും ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.